ഇവര് വന്നിട്ടായാലും വീടിന്റെ പണി നടക്കുന്നവര് ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. ഞാൻ പറഞ്ഞോണ്ട് ഓർമ്മിച്ചു. ഇത് ഡോറിന്റെ ലോക്കാട്ടോ ഈ സാധനം. ഇത് നമ്പർ ലോക്ക്, കുറെ പരിപാടി ഉണ്ട്. എന്തെല്ലാം ഇതിന്റെ അകത്തുള്ള നമ്മൾ സാധനമാകെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഭയങ്കര മഴയാട്ടോ ഇന്ന്. ഒരു കെട്ട് എടുത്ത് രാമിയും പോയി. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വിരലിലുണ്ടാകുന്ന ചെറിയൊരു ദിവസം കൂടിയേ നാട്ടിലുള്ളൂ. ഈ വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ആകുമ്പോഴത്തേക്കും മിക്കവാറും പോയിട്ടുണ്ടാവും മിക്കവാറും. അപ്പം ഏതായാലും പോകുന്ന വീഡിയോ ഇവള് കരയുന്നതെല്ലാം നമുക്ക് എടുക്കണ്ടേ. നമുക്ക് കരയണേ. അഞ്ചു ചോദിക്കാം ഞാൻ നേട്ടാ, അമ്മേ അച്ഛൻ പോകുമ്പോ അമ്മ കരയോ? ആമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ മെയിൻ എല്ലാവരും ആഗ്രഹിച്ച സാധനം തന്നെയാണ് ഇന്നൊരു വെറൈറ്റി ഡിഷ്. ഒരു സംഭവം അങ്ങനെ യൂട്യൂബിലെല്ലാം നോക്കി നിരന്തരമായി ഞാൻ കാത്തു നിന്ന് കിട്ടിയിട്ടില്ല. ഒരു വെറൈറ്റി ഒരു സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാനാക്കുമ്പം പ്രത്യേകമായിട്ട് എൻ്റെതായ രീതിയിലുള്ള കുറച്ച് വെറൈറ്റീസ് അതിൽ ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ അതെല്ലാം കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ട് ഏതായാലും. അപ്പോൾ ഏതായാലും നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഉളി വരെ പോയിട്ട് വരട്ട്. ഏതായാലും നമ്മൾ സാധനമാകെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഭയങ്കര മഴയാട്ടോ ഇന്ന്. ഒരു കെട്ട് എടുത്ത് രാമിയും പോയി, കെട്ട് എടുത്തിട്ട് ബാക്കിൽ തന്നെ ഞാനും ഉണ്ട് കേട്ടോ. ഇത് തേച്ചും നമ്മളെ സ്പെഷ്യലിൻ്റെ ഐറ്റംസാണ് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്കും ഉണ്ടാവില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴത്തെ വാട്സപ്പിൽ ലിസ്റ്റാണ് അങ്ങോട്ട് പോകുമ്പം പറയുന്ന ഒരു 5 ഐറ്റം ഉണ്ടാവും. വരുമ്പോഴത്തേക്ക് ആ വാട്സപ്പിൽ ഒരു 12 ഐറ്റം വന്നിട്ടുണ്ടാവും. അന്നോ ഇത് നിങ്ങളെ വീട്ടിൽ ഇത് കേൾക്കുന്ന ആണുങ്ങളോടാണ് കേട്ടോ. അതായത് സാധനം മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 3 ഐറ്റത്തിൻ്റെ പേര് പറയൂ. അവിടെ കടയിലെത്തുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്താനാകുമ്പോൾ എത്താനായോ എന്ന് ചോദിച്ചിട്ട് വിളിയും. അതും എല്ലാവരുടെ അടുത്തും ഇല്ലാന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവരിരുന്ന് ഇവിടെ ഉച്ചക്കേക്കുള്ള എന്തോ കറിയല്ല, ചിക്കൻ കറി ആക്കുന്നതെന്നാ പറയുന്നത്. ചിക്കൻ ഉള്ളതുകൊണ്ട് ചിക്കൻ കറി, അല്ലാതെ ചിക്കൻ കറി ടേസ്റ്റ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഞാൻ ഇന്ന് ടച്ച് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ സമയം കൊണ്ട് ഇന്നത്തെ എൻ്റെ മെയിൻ സ്പെഷ്യൽ സാധനമല്ല, അല്ലാതെ ഞാൻ തൽക്കാലത്തേക്ക് വിശപ്പാറ്റാൻ വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സാധനം ഞാൻ പെട്ടെന്നാക്കി കാണിച്ചു തരാം. 2 മിനിറ്റ് കൊണ്ട് ആക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന്, അതായത് വിശപ്പ് മാറ്റാൻ വിശക്കുമ്പോ പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഒരു സാധനം. അതായത് ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഡിഷാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ അത് ബ്രെഡാണ് മെയിനായിട്ട് വേണം കേട്ടോ. മനസ്സിലായില്ലേ? ഒന്നും പണി ചെയ്യും. ഈ ആകെ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബ്രെഡിന് ചെറുതായിട്ട് ഇങ്ങനെ 4ആയിട്ട് മുറിക്കുക, എന്നിട്ട് ഇതേപോലെ വെക്കുക. ഇതെല്ലാം മെയിൻ പണിയാട്ടോ. ഇതെല്ലാം എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് വെക്കാൻ പറ്റുന്നതല്ല, കുറച്ച് പഠിക്കണം വേണം വെക്കാൻ. ഷേപ്പായിട്ട് മുറിക്കണം. പിന്നെ മുട്ട ഇതേപോലെ ആക്കിയിട്ട് കുറച്ചിങ്ങനെ ആടിയോടിയെല്ലായിട്ട് ഇങ്ങനെ ഒഴിക്കുക. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ പറ്റില്ല. ഇതിന്റെ ഗ്യാപ്പിലെല്ലാം ഒഴിക്കണം കേട്ടോ മുട്ട കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റല് മെയിനാട്ടോ. ഇന്നും ചിലപ്പോ ഉപ്പെല്ലാം ഇടണോ? ഞാൻ മറന്നുപോയതാ സംഭവം. അങ്ങനെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇടുക. കുറച്ച് ഇതേപോലെ തക്കാളി ഇടാനായില്ല. ലാസ്റ്റ് ഞാൻ ഇത് കണ്ടതല്ലേ, ഞാൻ കണ്ടത് ഇത് നീ കണ്ടതല്ലേ. ഇതെന്താ സ്പെഷ്യൽ ഡിഷാന്ന് പറഞ്ഞില്ലേ. ലാസ്റ്റ് ഒരു 2 തക്കാളി ഇതേപോലെ ഇട്ട് കൊടുത്ത് എന്താക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇത് എന്റെ സ്പെഷ്യൽ സാധനമാണ്. തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആക്കാവൂേ. ഫുൾ വീഡിയോ കാണണം. ഇതേപോലെ കുറച്ച് ഇട്ടിട്ട് കൊടുക്കാം. ഇനിയാണ് മെയിൻ പരിപാടി. ഇതിനെ നമുക്ക് 4ആയിട്ട് മടക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, പ്രത്യേക കഴിവുവാണെങ്കിൽ. ഇത് മടക്കലൊരു ടാസ്ക് ആട്ടാ. ഇത് ഇതേപോലെ 4ആയി മടക്കി. ശക്തിമാൻ താഴോട്ടേക്കാണ് കൊടുത്തത്. പൊട്ടല്ലേ പൊട്ടിപ്പോയി. ഓട്ടില്ല. ചെറുങ്ങനെ ചിലപ്പോൾ സൈഡെല്ലാം പൊട്ടിന്നല്ലോ. പുറത്തുകൂടി ആയിക്കോ. അത് സാരമില്ല.
അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് വിശക്കുമ്പോൾ കുട്ടികൾക്ക്, അതായത് എന്നെ പോലെയുള്ള കുട്ടികൾക്ക്, അഞ്ചിനെ പോലത്തെ കുട്ടികൾക്കല്ല, കുട്ടികൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് ആയിക്കോട്ടെ. അതന്നെ വലിയ ആൾക്ക് തിന്നാൻ ഇവളാക്കിയതാണെങ്കിൽ ആദ്യം ഇച്ചൂറിന് കൊടുക്കൂല, നമ്മളെല്ലാരും കഴിച്ചു നോക്കിയിട്ട് സൂപ്പറാ. വലിയ സംഭവമാണല്ലേ. രാത്രി എല്ലാ ദിവസവും മുത്താറ് ദോശ ആയിക്കൊടുക്കൽ ഭാഗ്യം. ബാക്കി എല്ലാവരും എന്നാ കൊടുത്തത് ചിക്കൻ ബിരിയാണി പുള്ളി കൊടുക്കാം. അപ്പൊ ഇതേപോലെ ഒരു കഷ്ണം നമുക്ക് അൻപിക്കന്നെ ആദ്യം കൊടുത്തു നോക്കാം. അപ്പം ഇതാ മുറിച്ച ഒരു പീസ് എടുത്തിട്ട് ഇത് അൻപിക്ക് കൊടുക്കുന്നുണ്ട്. എന്നാ വാ, ചെറിയ ചൂടുവെള്ളം കഴിച്ചോ. എങ്ങനെയുണ്ട്? ചാടല്ല പറ. ശരിക്കോ? സൂപ്പറാ. നീ നോക്കിയാ ഞാൻ പറയാം, ഞാൻ ഇതുവരെ ഒന്നില്ല. വേഗം പിന്നെ ടൊമാറ്റോ സോസിന്റെയും ബ്രെഡിന്റെയും മുട്ടേന്റെയും എല്ലാം ഇതിനകത്ത് പിന്നെ വേറെ എന്താ ഉള്ളേ? വേറെ ഒന്നുമില്ല. അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രശ്നം സംഭവം വേറെ ലെവലിൽ ഒന്നും പറയാനില്ല. ബ്രെഡ് ഓംപ്ലേറ്റ് കഴിക്കാത്ത ആരായിട്ടുണ്ടാവുക. എന്നാലും സംഭവം നൈസാണ്. അത് ആദ്യം ആ ബ്രെഡ് ഒന്ന് ചൂടാക്കിയെല്ലാം ചെയ്തോണ്ട് രസമുണ്ട്. ഓ ചൂട്ടിന് അത് വിടാൻ തോന്നില്ല അച്ഛനാക്കിയോണ്ട്. കൊടുക്ക്. ഇവിടെ എന്താ സ്പെഷ്യൽ എന്താ? മുനാഫിന് എന്തോ ആക്കണത് പറഞ്ഞു. കുനാഫ. അമ്മമ്മക്ക് കുനാഫ കൊടുക്കണ്ടേ? നമുക്ക് പേടിച്ചിട്ട് ദൂരോട്ട് വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടാ. എന്നാ സംഭവം എന്നുള്ള പേടി കൊണ്ടാന്ന് തോന്നുന്നു ദൂരോട്ട് പോയിട്ടുണ്ട്. യേശു എന്തായി? കുനാഫ എന്തായി? എന്നാ ശരിക്കും ഒരു പേര് പറഞ്ഞു, കൃത്യമായി പേര് പറഞ്ഞു. കുനാഫ. ഒന്നുകൂടി പറഞ്ഞു കൊടുത്ത. കുനാഫ. കുനാഫയാന്നാക്കുന്ന പറഞ്ഞ് അതിന് വേണ്ട സാധനങ്ങൾ: ഒന്ന് സേമിയ, പിന്നെ ബെർമിസെല്ലിയോ എന്തെങ്കിലും സെല്ലിയാകട്ടെ. അപ്പൊ എന്തെന്നായാലും ഇവിടെ ഇപ്രാവശ്യത്തെ പരീക്ഷണത്തിന് ഞാൻ വിധേയനാകുന്നുണ്ട്. ഏതായാലും ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്റെ സാധനം ഞാൻ ആക്കി കൊടുത്തു മോളെ. ഞാൻ ഓൾറെഡി ഇന്ന് രാവിലെ 5 വയറ് നിറച്ചു നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോ ഞാൻ ആക്കേണ്ട കാര്യം വരുന്നില്ല. ഇനിയിപ്പോ ഇവിടെ പരീക്ഷണങ്ങൾ. അയ്യോ, ഇത് നിങ്ങൾ കമന്റ് പറയണം. ഞാൻ ആക്കിയ സാധനങ്ങൾ അധികാരം കാണിച്ചല്ലോ എന്തെങ്കിലും ഇല്ലാന്നേ പറയാവേ. ക്യാമറയുടെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഉള്ളിലോള് ഗുണാഫായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലാന്നല്ലോ, എന്തെങ്കിലും കിട്ടുന്ന കണ്ടന്റ് ഞാൻ ഒഴിവാക്കൂല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം വരും ഇവരെ കൊണ്ട്. CCTV എന്തെങ്കിലും ആക്കാനുള്ള ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് സമയത്തായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ലാസ്റ്റ് കൊടുക്കാട്ടാ. എന്തായി മകളെ? ഓ യൂട്യൂബ് നോക്കിട്ട് ഞാൻ ഇതാ പറയാണ്ട് വന്നേ. അതിനൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഫുള്ള് ഇതാ വലിയ നേരത്തെ പറഞ്ഞിട്ടില്ല പേര് അങ്ങനെ തന്നെയാണെന്നെല്ലാം കറക്റ്റായിട്ട് പറയുന്നിട്ടില്ലേ. ഞാൻ പണ്ടേ ഇവിടെ കുറെ പ്രാവശ്യം ആപ്പിള് ചെയ്താണ്. ഇതെന്താണ് പരിപാടി? അതിന്റെ മുകളില് കുറച്ചും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഉള്ളിലെ ഉള്ള കുണാഫും കാര്യങ്ങളും ഏകദേശം റെഡി ആയിട്ടാ. പിന്നെ കൂട്ടത്തിലൊരു സംഭവം കൂടി ഞാൻ കാണിച്ചത്. എനിക്ക് ഈ ഒരു സംഭവം ഞാൻ ക്യാമറ ഫിറ്റ് ആക്കുന്നതിന്റെ കൂട്ടത്തിൽ കണ്ടിട്ട് ഞാൻ എടുപ്പിച്ചേട്ടാ. ഇത് വീട്ടിൽ ഇപ്പം ആക്കുന്നില്ല. ഇത് ഡോറിന്റെ ലോക്കാട്ടാ ഈ സാധനം. ഇത് നമ്പർ ലോക്ക്. കുറെ പരിപാടി ഉണ്ട്. എന്തല്ലേ ഇതിൻ്റെ അകത്തുള്ള ഇപ്പൊ കാർഡ് വെച്ചിട്ടാട്ടെ ഇപ്പൊ ചെയ്ത് ഇതേപോലെ കാർഡ് വെച്ചിട്ട് പിന്നെ നമ്പർ അടിച്ച് പാസ്വേഡ് അടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പാസ്വേഡ് ഫിംഗർ ലോക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെയുള്ളത് 1 ടൈം പാസ്വേഡ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ വീട് തുറന്നു കൊടുക്കണം. വേറെ ആയിരിക്കും തുറന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ വഴി, ഇപ്പോൾ വിദേശത്താണെങ്കിൽ പോലും മൊബൈൽ വഴി 1 ടൈം പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ വഴി തന്നെ തുറക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഇവര് CCTVന്റെ മാത്രമല്ല കേട്ടാ, ഈ ഡോറിന്റെ ഈ നമ്പർ ലോക്ക്, ഫിംഗർ പ്രിന്റ്, ഈ ഒരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആവശ്യങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഡോറിന്റെ ഇതിന് നോക്കുമ്പോൾ ഇതിന്റെ തിക്നെസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇതിനൊരു മിനിമം എത്രയാണ്? 40 mm ആ ഒരു തിക്നെസ് മിനിമം ഡോറിന് വേണം. എന്നാലേ ആ ലോക്ക് സെറ്റായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഡോർ നോക്കുമ്പം ഇനിയൊരു ഡോറാക്കുമ്പോൾ ഞാൻ അതുപോലെ നോക്കിയിട്ടാകും. അപ്പോൾ ഈ ഒരു ലോക്കിന് അങ്ങനെ രീതിയിലുള്ളതുകൊണ്ട് എൻ്റെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഒഴിവാക്കിയിട്ടാണല്ലോ. പക്ഷേ അത് നല്ല സംഭവം കേട്ടോ. നമുക്കിപ്പോൾ ആരെങ്കിലും പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സമയത്തേക്കുള്ള പാസ്വേഡെല്ലാം നമുക്ക് ആക്കിയിട്ടില്ല അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവർക്ക് വന്ന് തുറക്കാം. നമ്മൾ ആരും ഇല്ലെങ്കിലും
അങ്ങനെ 3-4 ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ മെയിനായിട്ട് ഈ ഡോറിൻ്റെ ലോക്ക് ചെയ്യാൻ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ പരിചയപ്പെടുത്തും, അതുപോലെ എനിക്കിത് ഫിറ്റാക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേറെ ആരെങ്കിലും എൻ്റെ വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേര് എടുത്തു പറഞ്ഞു കേട്ടോ. ഞാൻ ഇവിടുന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഓഫർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഡിസ്കൗണ്ട് എന്തായാലും ഞാൻ വാങ്ങിത്തരും. അതില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ അയച്ചോട്ടാ, ഞാൻ പറഞ്ഞോളൂ അതിനുള്ള ഉത്തരം. അപ്പോൾ എന്തായാലും ഡിസ്കൗണ്ട് ഉണ്ടാവും, ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഈ ഒരു ലോക്കായിരിക്കാൻ വേണ്ടിയെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കേരളത്തിൽ എവിടെ വേണ്ടിയെങ്കിലും വന്ന് ഇവർ ചെയ്തു തരും കേട്ടോ. ലോക്കിൻ്റെ കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, CCTVൻ്റെ അല്ല. CCTVക്ക് ഇവർ ഏരിയ വെച്ചിട്ടുണ്ട്. അതായത് ഇവർക്ക് ഇത് കേരളത്തിൽ ഈ ലോക്കിൻ്റെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്തു തരും, അതിൽ ഡൗട്ടില്ല. ബാക്കി CCTVൻ്റെത് കണ്ണൂർ, വയനാട്, വേറെ എവിടെയാ? കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട്, നമ്മളെ അടുത്ത ജില്ലകളിൽ, അതായത് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, ഇതുപോലെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ജില്ലകളിലെല്ലാം പോയി ചെയ്തു കൊടുക്കും. പിന്നെ പ്രൊഫഷണലായിട്ട് തന്നെ ഇവർ ചെയ്യുന്നത്, അതിൻ്റേതായ നീറ്റ് ഉണ്ടാവും. ബാക്കി നിങ്ങൾക്ക് ഞാനൊരു വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആദ്യമേ പൈപ്പിട്ട് വെച്ചാൽ ഞാൻ രണ്ടാമത് ചെയ്യേണ്ടി വന്നത് ഈ ഒരു സൈഡ് ഹോള് കേട്ടോ. ഇത് ക്യാമറേൻ്റെ ഞാൻ ഇവരെ വിളിച്ചിട്ട്, അതായത് വീടിൻ്റെ ആദ്യം ഞാൻ വീട് എടുക്കുന്ന സമയത്ത് ഇവിടെ ക്യാമറക്കുള്ള പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായില്ല. രണ്ടാമത് ഞാൻ മുകളിലത്തെ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ രണ്ടാമതും അവരോട് പറഞ്ഞിട്ട് ഇവരെ ഞാൻ വിളിച്ചു. ഇവരെ വിളിച്ചിട്ട് എവിടെയെല്ലാം ക്യാമറക്കുള്ള പോയിന്റ് ഇട്ട് കൊടുക്കണ്ടെന്ന് ചോദിച്ചു. അവരോട് പണിയെടുക്കുന്നവരോട് ഞാൻ പറഞ്ഞു, ഇലക്ട്രീഷ്യൻ ആണല്ലോ പൈപ്പ് ഇട്ട് വരിക. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ 2-3 പോയിന്റ് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഏടെല്ലാം ഇടണമെന്ന് ചോദിച്ചു. ഞാൻ ഇവരെ തന്നെ വിളിച്ചിട്ട് ഇവരെന്നെ വന്നിട്ട് പോയിന്റ് കാണിച്ചു കൊടുത്തു കേട്ടോ. അത് നിങ്ങൾ ഫിറ്റാക്കുന്നുണ്ടെങ്കിൽ, വീട് പണി എടുക്കുന്നുണ്ടെങ്കിൽ അല്ലേ, വീട് പണി എടുക്കുന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ പിന്നെ പ്രശ്നമില്ല. നിങ്ങൾ തന്നെ പോയിട്ട് ചെയ്ത് കൊടുക്കൂലേ? അത് നമുക്ക് അതിന് വർക്ക് നമുക്ക് വരണം തരണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കാം. ഡിസൈൻ ചെയ്ത് ലെവലിൽ കറക്റ്റ് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഏതെല്ലാം ഏരിയയിൽ ക്യാമറ പോകണം, നിങ്ങളെ വീടിൻ്റെ ചുറ്റുമുള്ള ഏരിയ ക്യാമറയിൽ കവറാവാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് തരും. അതിപ്പോൾ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ വന്നിട്ടായാലും വീടിൻ്റെ പണി നടക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോട്ടാ, ചെയ്തു തരും. അതിനിപ്പം ഇവരെ വിളിച്ചെന്ന് വെച്ചിട്ട് വർക്ക് ഇവർക്ക് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതും അല്ലാതെ അതന്നെ ഇപ്പോൾ ആൾ പറഞ്ഞത്, വർക്ക് നമുക്ക് തരണം നിർബന്ധമില്ല. പക്ഷെ എന്നാലും നമ്മൾ ആ ഏരിയ ഡിസൈൻ ചെയ്ത് തരും, വന്നിട്ട് ചെയ്തു തരും എന്നാണ് പറഞ്ഞത്. ക്യാമറേൻ്റെ സംഭവം അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇവിടെ ഇവിടെ കുനാഫ് റെഡി ആയിട്ടുണ്ട്. റെഡിയല്ലേ മോനെ? ആദ്യം എൻ്റെ ആമിക്കുട്ടിന് കൊടുക്ക്. എൻ്റെ ആമിക്കുട്ടൻ അമ്മ ഓക്കെ അല്ലേ? ഞാനും തിന്നു നോക്കാം. അമ്മ ഇങ്ങ് വാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിന്നു കേട്ടാ. പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും. സത്യസന്ധമായ അഭിപ്രായം മാത്രമേ പറയാവൂ. അങ്ങനെയല്ല ഉണ്ടാവും, വെന്തിട്ടുണ്ടാവും, പച്ചയായിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടിനാ? സൂപ്പറാ. എവിടെ കയ്യും വന്നാ എന്തുണ്ട്, വലിയ കുഴപ്പമില്ല. സംഭവം നൈസാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്. പക്ഷേ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് ക്ലീഷ ആയിപ്പോ. ഞാൻ എപ്പം പറയുന്നതാണ് ടേസ്റ്റിന്റെ ടേസ്റ്റ്. ആ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇതില് സേമിയത്തിന്റെ പച്ച ആ ഒരു സേമിയ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ട പോലെ തന്നെ അങ്ങനെ അങ്ങനെ കുണാഫ നല്ല രസമുണ്ട്. അപ്പൊ എന്ത് ക്യാമറ വെച്ച് കഴിഞ്ഞേട്ടാ അവര് പോക്കായി ഓന്മാർ. അപ്പോൾ മൊത്തം സെറ്റ് ചെയ്ത് കേട്ടാ നമ്മളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ ഈ ഒരു കോർണറിൽ കൊടുത്തിട്ടുണ്ട്, ഈ 2 സൈഡിലേക്ക് ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇതും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാമറ കുറച്ച് വൈഡ് കൂടിയതാട്ടാ. അപ്പോൾ അത് ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ കുറച്ച് നല്ലോണം കിട്ടേണ്ടിയിട്ട് ആ ഒരു 2 സൈഡിലായിട്ട് കുറച്ച് വൈഡ് കൂടിയ ക്യാമറ തന്നെ വെക്കും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് അവരിടുന്ന് ഇറങ്ങലായി. ഞാൻ ആ കൂട്ടത്തിൽ പറയുന്നതേ ഉള്ളൂ. വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിക്കുക. കാരണം ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എനിക്ക് ഓക്കെയാണ്. ചെയ്തു തന്നിടത്തോളം നല്ല സെറ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല അങ്ങനെ താട്ടുകൂട്ട് പരിപാടി അങ്ങനെയൊന്നുമല്ല, നല്ല എന്തെന്നായാലും ഫിറ്റാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ നീറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തതും നിങ്ങളെ കാണിച്ചു തന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഡിസൈൻ ചെയ്യാനടക്കം ആൾ വന്ന് ചെയ്തു തരും. പക്ഷേ വില അറിയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മാത്രമായിട്ടാണ് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഫോണിലൂടെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും കേട്ടോ. ഇനി ഇവള് ചെടിക്ക് ഇടുന്ന വെള്ളം നനക്കുമ്പോൾ ഞാൻ ഇതിലൂടെ പറയും, ആരേശു ഇപ്പുറത്തെ ഭാഗത്തെ ചെടിക്ക് വെള്ളം ഒഴിക്കി,
ഇപ്പുറത്തേന് എനിക്ക് ഇതെല്ലാം ഞാനെടുത്ത് ക്യാമറ നോക്കിയിട്ട് അതിൽ മൈക്കും കാര്യങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേൾക്കും. ഞാനതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അത് ഇടയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം ശ്രദ്ധിച്ചും കണ്ടിട്ടും വേണം ചെയ്യാൻ. ഞാനത് നോട്ട് ചെയ്യുവായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ കുനാഫിയു എങ്ങനെയാണ് പേര്, എന്തിനും പേര് പറഞ്ഞാൽ കേട്ടിട്ടില്ല. അപ്പോൾ കുനാഫിയു നിങ്ങൾ കണ്ട് നമ്മൾ ചെറിയൊരു ക്യാമറേൻ്റെ ആ സംഭവം കൂടി കൂട്ടത്തിൽ കാണിച്ചു തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത വീഡിയോ കാണാം എല്ലാവരോടും.